ഇനി എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ കേരളക്കര ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് ചെയ്യും എന്നുള്ളതിന് ആ ഒരു അവരുടെ കൈകളിൽ എത്തുന്നുണ്ട് എന്നുകൂടെ നമ്മൾ ഉറപ്പാക്കണം. ആരുടെങ്കിലും കയ്യിൽ കൊടുത്ത് വിട്ടിട്ടോ ചെയ്തിട്ടോ കാര്യമില്ല. അത് വയനാടിന്റെ അവസ്ഥയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരും നമ്മള് കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ട് വയനാട് മാറിയിരിക്കുകയാണ്. അതിനകത്തുള്ള ഇനിയിപ്പോ അതിനകത്ത് നമ്മള് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ വേണ്ടപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസംബന്ധമായി പോകും. എന്നിരുന്നു കഴിഞ്ഞാലും ഇനിയുള്ള വയനാടുകാർക്ക് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ കേരളക്കര ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് ചെയ്യും എന്നുള്ളതിന് ആ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൂട്ടായ്മ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു, ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കാം. ഭക്ഷ്യസാധനങ്ങളും മറ്റും മാത്രമല്ല, അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള സ്ഥാനത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഞാൻ പത്രത്തിൽ വായിച്ച മലയൻകീഴിലുള്ള ആൾക്കാർ അവർ പറയാണ് ഞങ്ങൾ മലയൻകീഴോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തിരിക്കുകയാണ്, അവിടെ വസ്തുവും കാര്യങ്ങളും കൊടുത്തിട്ട് അങ്ങനെ ആ ഒരു കുടുംബത്തിന് അവരവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ മൊത്തത്തിൽ പല സ്ഥലങ്ങളിൽ പല ഇതായിട്ട് വീടുകളും സ്ഥലവും ഒക്കെ കൊടുത്തിട്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ്. അവർക്ക് ഏറ്റവും ഇനിയുള്ള അവരുടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു, അവർക്ക് ഇനി ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാതെ ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനുവേണ്ടി നമുക്കെന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുടുംബത്തെ അങ്ങനെ ഒരു ഒറ്റ രാത്രി കൊണ്ട് നമുക്കാണ് അങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടും. അപ്പൊ നമുക്ക് നമ്മളാലാവുന്ന എന്ത് ചെറിയ തുകയാണെങ്കിൽ പോലും അത് പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല, നമ്മൾ ചെയ്യുക. അതും നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ജെന്യുവൻ ആയിട്ട് അവരുടെ കൈകളിൽ എത്തുന്നുണ്ട് എന്നുകൂടെ നമ്മൾ ഉറപ്പാക്കണം. ആരുടെങ്കിലും കയ്യിൽ കൊടുത്ത് വിട്ടിട്ടോ ചെയ്തിട്ടോ കാര്യമില്ല. അത് അവർക്ക് ഉപകാരപ്പെട്ടു, വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ടുള്ള കൈകളിൽ എത്തി എന്നും കൂടെ നമ്മളത് ഉറപ്പുവരുത്തണം. അതാണ്